ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മുടെ ലാസ്റ്റ് നോമ്പിൻ്റെ വ്ളോഗാട്ടോ. നോമ്പ് 29 ആണ്. അപ്പോൾ ചെറിയൊരു വ്ളോഗാട്ടോ. എപ്പോഴും വലിയ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കണില്ല ഗൈസ്. എപ്പോഴും ഇങ്ങനെ മിനി വ്ളോഗാട്ടോ. ഇൻഷാ അള്ളാ ഇനി അങ്ങോട്ട് ഞാൻ ട്രൈ ആക്കാം. അപ്പോൾ ഞാനിതാ ഉച്ചക്ക് കിച്ചണിൽ കയറുന്നതാട്ടോ. ഇന്ന് വേഗം കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് പുറത്ത് പോകാനും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുകയും വേണം. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് പോകാൻ വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫലാഫിൽ ടാക്കോസ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ഇന്നൊരു വെറൈറ്റി ആക്കാൻ വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ ചിക്കനും ബീഫൊക്കെ കൂട്ടി മടുത്തുകൊണ്ട് വെജിലേക്ക് പോകാൻ വിചാരിച്ചിട്ട് വെജിൻ്റെ ആട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. എന്നിട്ട് വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടോ. പിന്നെ കുറച്ച് അലങ്കാര പണികളൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ വന്നിട്ട് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ അതൊക്കെ സെറ്റാക്കി. പിന്നെ ഇതാ കുറച്ച് ഉന്നക്കായ ഉണ്ടായിരുന്നു, ഉന്നക്കായ ബോൾ ഷേപ്പിലാക്കിയതാട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഞാൻ എന്നിട്ട് വേഗം പോയിട്ട് ഫ്രഷായി. എന്നിട്ട് ഇതാ ഷോപ്പിങ്ങിന് പോവാട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ എപ്പോഴുള്ളതാണ് ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ്. അതില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അതുപോലെയാണ്. അപ്പോൾ അങ്ങനെ ഇതാ പോവാട്ടാ. അങ്ങനെ പോയി എന്നിട്ട് ഇതാ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാ തിരിച്ച് വീട്ടിലെത്തുന്നത്. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക, വേഗം വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയ പാട് വേഗം എനിക്ക് എന്താ പറയുക, നോമ്പുറക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ നോമ്പുറക്കാൻ കേട്ടോ. ഫലഫിൽ ടാക്കോസും പിന്നെ എന്താ പറയുക ഷെയ്ക്കാട്ടോ, ഹോർലിക്സിൻ്റെ ഷെയ്ക്കാണ്. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ ഇതാ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അമ്മ. പിന്നെ ഞാൻ എന്താക്കി, ഒരു ഫേസ് പാക്ക് ഇടാൻ വിചാരിച്ചിട്ട് ഒരു അടിപൊളി ഫേസ് പാക്കൊക്കെ ഇട്ടു. കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു. ഇനി നമുക്ക് തക്ബീർ കൊടുക്കുന്നതൊക്കെ. കുറേ സമയം ഇതുപോലൊരു ഇരുത്തങ്ങിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ മെഹന്തി ഇടാനും ഉണ്ട്, പക്ഷെ ഒരു ബോധവും ഇല്ല, ഒരേ ഇരിപ്പാണ്. ലാസ്റ്റ് മിനിറ്റ് ഭയങ്കര റഷാട്ടാ. ഇതുപോലെ തന്നെ എല്ലാ പെരുന്നാൾക്ക് ഉണ്ടായാൽ ലാസ്റ്റ് ഒരു ഓട്ടമാണ് മെഹന്തി ഇടാൻ, അതെടുക്കാൻ ഇതെടുക്കാൻ. അങ്ങനെ അനിയത്തിയാണെങ്കിൽ ഇവിടുന്ന് പുഡിങ് ഉണ്ടാക്കാട്ടാ. അവൾ ബ്രെഡും മിൽക്കൊക്കെ വെച്ചിട്ട് എന്തോ ഒരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ആണെങ്കിലും മെഹന്തി ഇടുന്ന തിരക്കിലാണ് കേട്ടോ പിള്ളേരൊക്കെ. പിന്നെ ഫാത്തിയാട്ടോ ഇട്ട് കൊടുക്കണത്. മാഷാ അല്ലാ നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ അത് നോക്കിയിരുന്ന്. പിന്നെ ഇവൾ പുഡിങ്ങൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടോ. പത്തലും ചിക്കൻ കറി ആയിരുന്നു. ഫുഡ് കഴിച്ചിട്ട് പിന്നെ വേഗം മെഹന്തി ഇടാൻ വിചാരിച്ചു. അങ്ങനെ മെഹന്തി ഇടാനായിരുന്നു. എനിക്കിത് ഫാത്തി ഇട്ടുന്ന കേട്ടോ. പിന്നെയും ഞാൻ ഉള്ളിലും പുറത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കൈൻ്റെ പുറത്ത് കുറച്ച് സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആട്ടോ നോക്കിയിട്ടുള്ളത്. ഉള്ളിൽ കുറച്ച് ഹെവിയാണ്. ഞാൻ ഇട്ടതുകൊണ്ട് തന്നെ വലിയ പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞു. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉറങ്ങുമ്പോൾ ഇത് എപ്പോൾ ഇങ്ങനെ തന്നെയാണ്, വെറുതെ ഇരിക്കും. ലാസ്റ്റ് മിനിറ്റ് ഒരു ഓട്ടം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.